പിളരുകയും അതിന്റെ പുറമെ 14 വാൽക്കണികൾ അതിൽ നിന്ന് നിലം പരിശാവുകയും ചെയ്യും. അതിനെ സംബന്ധിച്ച് അന്നുള്ള ഒരു മഹാപണ്ഡിതൻ പ്രതികരിച്ചത് 14 രാജാക്കന്മാരും കൂടി നിങ്ങളെ കൂട്ടത്തിൽ ജീവിക്കും, നിങ്ങൾ ഭരണം നടത്തും, പിന്നെ നിങ്ങൾക്ക് ഭരണം ഒരു കാലഘട്ടത്തിലും ഇല്ല എന്ന്. പക്ഷെ അന്ന് ഭരിക്കുന്ന ഭരണാധികാരി പറഞ്ഞു 14 രാജാക്കന്മാർ ഭരിക്കുമ്പോഴേക്കും കാലം കുറെ ഉണ്ടാവില്ലേ. പക്ഷെ 4 കൊല്ലം കൊണ്ട് 10 ആളുകൾ കഴിഞ്ഞു പോയിരിക്കും. 10 ആളെ ഫീസ് ഊരി പോകാൻ 4 കൊല്ലം മാത്രമേ വേണ്ടി വന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോടുകൂടി അവരുടെ ഭരണം കാലകാലത്തേക്ക് നിലച്ചു പോവുകയും ചെയ്തിരുന്നു. ധാരാളം അക്രമങ്ങൾ അഴിച്ചുവിടുകയും മറ്റുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉള്ളവരായിരുന്നു അവർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടി അക്രമകാരികൾക്ക്, ഭീകരവാദികൾക്ക്, അതുപോലെ ലോക പോലീസ് ചമഞ്ഞ് മറ്റുള്ളവരെ ഇകഴ്ത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നവർക്ക് നിലനിൽപ്പില്ല എന്നത് സൂചിപ്പിക്കുന്ന വിധമായിരുന്നു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം നടന്നത് എന്നതാണ് ആ അത്ഭുതത്തിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂം എന്ന് പറഞ്ഞ് ഒരു സൂറത്തുണ്ട്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം. ആ ഗുലിബത്തിർ റൂം എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങാൻ തന്നെ കാരണമുണ്ടായിരുന്നത് ഈ ലോക പോലീസ് ചമയുന്ന പേർഷ്യൻ ഭരണാധികാരികൾ റോമുകാരോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഗുലിബത്തിർ റൂം, ഖുർആൻ പറഞ്ഞു, റോം പരാജയപ്പെട്ടുപോയി. അബൂജഹലും അവർ പേർഷ്യക്കാർ, ദീന ആരാധിക്കുന്ന ഫാർസികൾ, അവരുടെ വിജയം മക്കയിലെ മുശ്രിക്കുകൾ ആഹ്ലാദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നമ്മളും ഒന്ന് ഏറ്റുമുട്ടി നോക്കിയാൽ ഇത് തന്നെയായിരിക്കും മുസ്ലിമീങ്ങളായ നിങ്ങളെ ഗതി. നിങ്ങൾ പരാജയപ്പെട്ടു. കാരണം അവിടെ പരാജയപ്പെട്ടത് അഹ്ലു കിതാബ്, ഇഞ്ചീൽ വിശ്വസിക്കുന്ന, ഇഞ്ചീൽ അംഗീകരിക്കുന്ന, കിതാബിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും കിതാബ് അംഗീകരിക്കാത്തവരാണ്. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഇത് തന്നെയാ സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദം വെച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഖുർആനിലെ ആയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കൊടുത്തു. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഇപ്പോൾ റോം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പറയാണ്, അത് പേർഷ്യൻ രാജ്യവുമായി അടുത്തു നിൽക്കുന്ന ഭൂമിയിലുള്ള സംഘട്ടനത്തിലാണ്. റോമൻ ഭരണാധികാരിയും അവരുടെ രാഷ്ട്രവും പരാജയപ്പെട്ടത്. എന്നാൽ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഇപ്പോൾ അവര് പേർഷ്യക്കാർ വിജയിച്ചിരിക്കുകയാണല്ലോ. ആ പേർഷ്യക്കാർ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇനി അതാ കുറച്ച് ദിവസം കഴിയുമ്പോ ഈ റോമൻകാര് കുറച്ച് കാലം കഴിയുമ്പോ പേർഷ്യക്കാരെ ജയിച്ചടക്കുന്നതാണ്. അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞ ആയത്ത് ഫീ ബിദ്ഇ സിനീൻ, അതിന് കുറെ കാലമൊന്നും വേണ്ട. ബിദ്ഉ സിനീൻ കൊണ്ട് ബിദ്ഉ സിനീനിലായി ഇവർ റോമൻകാര് വിജയിക്കുന്നതാണ്. ബിദ്ഉ സിനീൻ എന്ന് പറഞ്ഞാൽ അത് 3 മുതൽക്ക് 9 വരെയോ 10 വരെയോ വർഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 10 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 9 വർഷത്തിനിടയിൽ അവര് വിജയിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഖുർആനിൽ ആയത്തിറങ്ങി. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമൈദിൻ യഫറഹുൽ മുഅ്മിനൂൻ. റോം പരാജയപ്പെടുന്നതിനു മുമ്പും ജയിക്കുന്നതിന്റെ ശേഷവും ഏത് സമയത്തും എപ്പോഴും അല്ലാഹുവിന്റെ തീരുമാനമാണ് നടക്കുന്നത്, അവന്റെ ഉദ്ദേശമാണ് നടക്കുന്നത്. റോമുകാർ പേർഷ്യക്കാരെ വിജയിക്കുന്ന ദിവസം സത്യവിശ്വാസികൾ തിരിച്ചു സന്തോഷിക്കുന്നതാണ്. ഇപ്പോൾ മുശ്രിക്കീങ്ങൾ ആഹ്ലാദത്തിലാണല്ലോ. മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന ദിവസം വരാൻ പോകുന്നുണ്ട്.
ബിനസ്രില്ലാഹ്, അല്ലാഹുവിന്റെ സഹായം മുഖേന സന്തോഷിക്കുന്ന ദിവസം വരുന്നുണ്ട് എന്നറിയിക്കുന്ന ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹാബത്തിന് ഓതിക്കൊടുത്തു. അത് കേട്ട മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളടക്കമുള്ളവർക്ക് വലിയ സന്തോഷമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കുകളെ സമീപത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ വലിയ സന്തോഷത്തിലാണല്ലേ, എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് ഈ സന്തോഷം തകർന്നു പോകുന്നതാണ്. അതാ പേർഷ്യക്കാർക്കെതിരെ റോമുകാർ വിജയിച്ച് കഴിയുന്ന ഒരു സമയം വല്ലാഹി വരാനിരിക്കുന്നുണ്ട്. ഞങ്ങളോട് ഞങ്ങളെ നബി അത് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ തെറ്റാവൂല, പ്രവചനം തെറ്റാവൂല. സുഹൃത്തുക്കളെ, അപ്പൊ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്ക് പറഞ്ഞു, കള്ളം പറഞ്ഞതാണ് അബൂബക്കറെ, നീ കള്ളം പറഞ്ഞതാണ്, അങ്ങനെ നടക്കൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൻത അക്ദബു യാ അദുവല്ലാഹ്, നീ അള്ളാന്റെ ശത്രുവാണ്, നീയാണ് കള്ളം പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളം പറയാറില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, കള്ളം പറയുന്നവൻ കള്ളം പറയാത്തവരെ കുറിച്ച് കള്ളം പറഞ്ഞു എന്ന് പറയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചോദിച്ചു, നീ എന്നോട് ബെറ്റ് വെക്കാനുണ്ടോ? ബെറ്റ് വെക്കൽ ഹറാമാണെന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷേ ആ നിയമം വരുന്നതിന്റെ മുമ്പാണിത്. ആ നിയമം പിന്നെ വന്നതാണ്. അന്ന് ഈ നിയമം ബെറ്റ് വെക്കൽ ഹറാമാണെന്ന നിയമമില്ല. അതെ, ഞാൻ നിന്നും നീയുമായി ബെറ്റ് വെക്കാൻ റെഡിയാണ്. അങ്ങനെ 10 ഒട്ടകങ്ങൾ ബെറ്റ് വെച്ചു. ഉബയ്യ് ഇബ്നു ഖലഫും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 2 പക്ഷത്തും പറഞ്ഞു. അതിന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 കൊല്ലമാണ് അവധി 2 കൂട്ടരും കൂടി നിശ്ചയിച്ചത്. 3 കൊല്ലത്തിലിടക്ക് പേർഷ്യക്കാര് പരാജയപ്പോൾ റോമൻകാര് വിജയിക്കും. അഥവാ റോമൻകാര് വിജയിച്ചാൽ ഉബയ്യ് ഇബ്നു ഖലഫ് 10 ഒട്ടകം കൊടുക്കണം. അത് പേർഷ്യക്കാരാണ് വിജയിക്കുന്നതെങ്കിൽ സിദ്ദീഖുൽ അക്ബർ അങ്ങോട്ട് 10 ഒട്ടകം കൊടുക്കണം. ഇങ്ങനെ ബെറ്റ് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് കാര്യം പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല. സുഹൃത്തുക്കളെ, എതിരാളികളുമായി വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് വേണം വ്യവസ്ഥ എഴുതാൻ. പണ്ഡിതന്മാരോട് സമ്മതെടുക്കാതെ നമ്മൾ പോയി വ്യവസ്ഥ എഴുതരുത്, നമ്മൾ കത്ത് കൊടുക്കരുത്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നേതാക്കളെ സമ്മതം വാങ്ങണം. അതൊരു അച്ചടക്കമാണ് എന്ന് മാത്രമല്ല, അത് കുടുക്കിൽ പോയി വീഴാതിരിക്കാനുള്ള കാരണവുമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ ഇവിടെ ബെറ്റ് വെക്കാൻ പോയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ ബിളഉ സിനീൻ എന്നല്ലേ പറഞ്ഞത്? ബിളഉ സിനീൻ എന്ന് നീ 3 കൊല്ലം എന്ന് മനസ്സിലാക്കിയത് ശരിയല്ല. ബിളഉ സിനീൻ എന്ന് പറഞ്ഞാൽ അതേ, അത് 9 കൊല്ലം വരെ അതിനവധിയുണ്ട്. അതുകൊണ്ട് 3 കൊല്ലത്തേക്ക് നീ ബെറ്റ് വെച്ച് ശരിയായിട്ടില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, അതേ അനുയായികൾ എവിടെയെങ്കിലും അവരുടെ അറിവ് പൂർണ്ണമാകാത്തതിനാൽ എവിടെയെങ്കിലും അവർക്ക് ചെറിയ പാളിച്ച സംഭവിച്ചാൽ നേതാക്കൾ തന്നെയല്ലേ അത് ശരിയാക്കി കൊടുക്കേണ്ടത്, അനുയായികളെ തള്ളിക്കളയാൻ പാടില്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, നീ പിന്നോട്ടടിക്കണ്ട, നീ നേരെ പോയിക്കോ അദ്ദേഹത്തിന്റെ അടുക്കൽ. പക്ഷെ അദ്ദേഹത്തോട് പറയൂ, ഒട്ടകം 10 പോരാ, കുറച്ച് കൂടുതൽ ഒട്ടകം വേണോന്ന് പറയൂ. ഒട്ടകം 10 പോരാ, കുറച്ച് കൂടുതൽ ഒട്ടകം വേണം. എനിക്കൊരു സംശയമില്ല നബി നിങ്ങൾ പറഞ്ഞതിൽ. അതുകൊണ്ട് ഒട്ടകം കുറച്ച് പോരാ, കൂടുതൽ ഒട്ടകം വേണം. അവധിയും കുറച്ച് കൂടുതൽ വേണം. അവധിയും കൂട്ടണം, ഒട്ടകവും കൂട്ടണം എന്ന് നീ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി ഉബയ്യിന്റെ സമീപത്തിൽ ഉബയ്യ് ചെല്ല കേറിച്ചോ, ചെല്ലുമ്പോ തന്നെ കേറിച്ചോ. സിദ്ദീഖ് ഒരു ഖേദവുമില്ല, നമുക്ക് ഒട്ടകം കുറച്ച് കൂടുതലാക്കണം, ഒന്നും കൂടി ഉറപ്പിക്കണം, ഒട്ടകം കുറച്ച് കൂടുതലാക്കണം. നമ്മൾ പറഞ്ഞ ഡേറ്റ് അത് 3 കൊല്ലം പോരാ, അതൊരു 9 കൊല്ലമെങ്കിലും ആക്കണം. അപ്പോ ഉബയ്യ് പറഞ്ഞു, ഞാനതിന് റെഡിയാണ്. അങ്ങനെ 100 ഒട്ടകമാക്കി വർദ്ധിപ്പിച്ചു. 10 ഒട്ടകം എന്നത് 100 ഒട്ടകമാക്കി വർദ്ധിപ്പിച്ചു. അതിന്റെ പുറമെ 9 കൊല്ലമാക്കിയിട്ട് ബെറ്റിൽ എഗ്രിമെന്റ് എഴുതി. അതെ, അത് ഉറപ്പിച്ചുകൊണ്ട് അവരതാ തിരിച്ചു വരികയാണ്.
അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയം വന്നല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ ഉബയ്യിനൊരു പേടി, അബൂബക്കർ തെറ്റിക്കളിയോ. അപ്പൊ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റൂല, ആരെങ്കിലും പകരം ജാമ്യത്തിന് നിർത്തണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ മകൻ അബ്ദുള്ള തന്നെ ആയിക്കോട്ടെ, ജാമ്യത്തിന് നിർത്തി. ഉബയ്യ് ഇബ്നു ഖൽഫ് പിന്നീട് ഉഹദ് യുദ്ധത്തിലേക്ക് പോകുമ്പോ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റൂല, ജാമ്യം തിരിച്ചും വേണം. നീ ഇവിടുന്ന് മക്കത്തുനിന്ന് പോകണമെങ്കിൽ എനിക്കും ജാമ്യം കിട്ടണം. അങ്ങനെ അദ്ദേഹവും ജാമ്യം കൊടുത്തു. അങ്ങനെ രണ്ടുപേരും അതേ ഉറപ്പിൽ തന്നെ നീങ്ങി. അങ്ങനെ ചുരുക്കി പറയട്ടെ, മക്കയിലേക്ക് ഉബയ്യ് ഇബ്നു ഖൽഫ് തിരിച്ചു വന്നു. അദ്ദേഹം പിന്നീട് ബദറിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള ഉഹദിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള മുറി കാരണത്താൽ പിന്നീട് മരണപ്പെട്ടു. സുഹൃത്തുക്കളെ, റോമുകാർ ഹുദൈബിയ ദിവസത്തിൽ അതാ പാരിസികളായ ആളുകളോടുള്ള യുദ്ധം അങ്ങൊരകലെ നടക്കുകയാണ്. ഇപ്പുറത്ത് വേറെ സംഭവം നടക്കുകയാണ്. 7ാമത്തെ കൊല്ലമാണ്. അതേ, അവര് രണ്ടുപേരും വെറ്റിവെച്ച് 7ാമത്തെ കൊല്ലമാണ്. ഇനി ബദർ ദിവസത്തിലാണെന്ന് ചില കൗലുകൾ ഉണ്ടിരിക്കട്ടെ. അന്നത്തെ ദിവസം യുദ്ധത്തിലതാ പേർഷ്യക്കാര് പരാജയപ്പെടുന്നു. ലോക പോലീസ് ചമഞ്ഞ് നടന്നിരുന്ന പേർഷ്യക്കാര് പരാജയപ്പെടുന്നു. അന്ന് തന്നെ റോമൻകാര് വിജയിക്കുന്നു. ഇപ്പുറത്താണെങ്കിലോ മുസ്ലിമീങ്ങൾക്കും വലിയ വിജയം കൈവന്നിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നിശ്ചയിച്ചിട്ടുള്ള 100 ഒട്ടകം അതാ പോയിട്ട് എണ്ണി വാങ്ങുന്നു. മകൻ എണ്ണി വാങ്ങുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്വത്ത് കൊണ്ടുവന്നിട്ട് അതേ ഉബയ്യിന്റെ അനന്തരക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് നബി തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. വെറ്റുവെക്കൽ ഹറാമാകുന്നതിന് മുമ്പുള്ളതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അത് മുഴുവനും നീ സദഖ ചെയ്തോ അബൂബക്കറേ. കിട്ടിയ 100 ഒട്ടകവും സദഖ ചെയ്യുന്നു. ഈ സംഭവമാണ് പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിമഹത്തായ ഒരു മുഅ്ജിസത്ത് ധൈര്യപൂർവ്വം അങ്ങ് പറഞ്ഞില്ലേ. 9 കൊല്ലത്തിലിടക്ക് ആ ലോക പോലീസ് ചമയുന്ന പേർഷ്യക്കാര് പരാജയപ്പെടും, റോമൻകാര് വിജയിക്കും. പറഞ്ഞതുപോലെ തന്നെ അങ്ങ് 7 കൊല്ലത്തിലിടക്ക് സംഭവം നടന്നു, വിജയം കൈവരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പേർഷ്യക്കാർ അങ്ങനെയുണ്ടല്ലോ. അതേ, ഓരോരുത്തരോടും കൊത്താൻ നടക്കുന്ന ഒരു സ്വഭാവമുള്ള അക്രമവാസനയുള്ള കക്ഷികളാണ്. അവരുടെ രാജാവിന്റെ കോട്ടയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ അന്നത്തെ ദിവസങ്ങൾ പൊട്ടിപ്പിളർന്നത്. അന്നാണ് 14 ബാൽക്കണികൾ ഉരുണ്ട് വീണത്. അതൊക്കെ നമ്മുടെ മൗലിദുകളിൽ പറയുന്ന സംഗതികൾ. അതേ, ആ സംഗതികളൊക്കെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതിൽ അൽ ബിദായത്ത് വന്നിഹായിൽ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെയും എത്രയോ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗലിദിൽ വെറുതെ കുറെ എന്തെല്ലാമോ എഴുതി വെച്ചതല്ല. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച ഒരു കാര്യം. ഇതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലുള്ള പല ജ്യോത്സ്യന്മാരും പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി പറയുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതോടുകൂടി ഈ വളഞ്ഞം ആശയങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുകയില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതാണ് ഇമാം ബൂസിരി മിംബഅദി മഅഖബറൽ അഖ്വാമ കാഹിനുഹും ബിഅന്ന ദീനഹുമുൽ മുഅവജ്ജ ലം യഖൂമി എന്ന് പറഞ്ഞിരുന്നത്. ഇന്നലെ ഞാൻ
അവസാന നിമിഷത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ജിന്നുകളുമായി ബന്ധമുള്ള ചില ആളുകൾ, അവർക്ക് ജിന്നുകൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ജിന്നുകൾ ഉപരിമണ്ഡലത്തിലേക്ക് പോയിട്ട് ആകാശ ലോകത്ത് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ കട്ട് കൊണ്ടുവന്നിട്ട് അവര് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ അവരെ വകയിൽ ധാരാളം കളവുകൾ കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം പൂർവ്വകാലത്ത് നടന്നിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലമായപ്പോൾ മൂന്നാം ആകാശം വരെയുള്ള സ്ഥലത്തേക്ക് മാത്രമേ അവർക്ക് കട്ട് കേൾക്കാനുള്ള സൗകര്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം ഇങ്ങ് വന്നപ്പോൾ പൂർണ്ണമായും അങ്ങ് തടയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. ശൈത്താന്മാരെ എറിയുന്ന ഉൽക്കകൾ നമ്മൾ ഉപരിമണ്ഡലത്തിൽ വെച്ചിട്ടുണ്ട്. ദുനിയാവിന് ഭൂമിക്ക് നല്ല വെളിച്ചം നൽകുന്ന താരകളും ഉപരിമണ്ഡലത്തിലുണ്ട്. അഥവാ ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, സൂര്യനുണ്ട്, പലതുമുണ്ട്. അവിടെ തന്നെ ശൈത്താനെ എറിയുന്ന ഉൽക്കകളുണ്ട്. അതേ ജിന്നുകൾക്ക് ഏറ് കിട്ടുകയാണ്, ശൈത്താന്മാർക്ക് ഏറ് കിട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടുകൂടി ഏറിന്റെ പ്രവാഹമാണ്. അപ്പോൾ അവരതാ പരാജയപ്പെട്ട് ഓടുകയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅന്നാ ലമസ്നസ് സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വസുഹബാ. മുമ്പൊക്കെ ആകാശ ലോകത്തിന്റെ ഭാഗത്ത് പോയി പലതും കേട്ടിരുന്ന ഞങ്ങൾ ഇപ്പോഴങ്ങ് ചെല്ലുമ്പോ വല്ലാത്ത സെക്യൂരിറ്റിയാണ്. വലിയ മിസൈലുകൾ പതിക്കും പോലെ ഉൽക്കകൾ വന്ന് തുരുതുര വീഴുകയാണ്. وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറയാണ്, ജിന്നുകൾ തന്നെ പറയാണ്, മുമ്പ് ഞങ്ങൾ പോയി കട്ടിരുന്ന് കേൾക്കാറുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെന്നാൽ ചെങ്കോല് കൊണ്ട് ഏറാണ്. ഓ സുഹൃത്തുക്കളെ, അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. ശൈത്താന്മാരെ എറിയുന്ന ഉൽക്കകൾ, അതിനെ സംബന്ധിച്ചാണ് ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞത്, നബിതങ്ങളുടെ ജന്മം നടക്കുമ്പോ ഭൂമിയിൽ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ ഉരുണ്ട് വീഴുമ്പോ, തീ പൊലിഞ്ഞു പോകുമ്പോ അതാ ഉപരിമണ്ഡലത്തിലും നടക്കുകയാണ് അത്ഭുതങ്ങൾ. അവിടെ അതാ ഉൽക്കകളെ കൊണ്ടുള്ള ഏറ് മിസൈലുകൾ പതിക്കും പോലെ ശൈത്താൻ, അവനാണല്ലോ ഭൂമിയിലുള്ളവരെ പഴപ്പിക്കുന്ന ദുശക്തി. ആ ശൈത്താനിന് ഏറ് കിട്ടുകയാണ്. അവിടുന്ന് അതരാ തുരുതുരാ ഓടുകയാണ്. ഓരോ പരാജയപ്പെട്ട ശൈത്താനുകളും പിന്നാലെ പിന്നാലെ ഓടുന്നു. ചിലത് കത്തിക്കരിഞ്ഞു പോകുന്നുണ്ട്, ചിലതതിന്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പല നിലക്കും അതാ ഈ മലക്കുകളെ ഏറ് കിട്ടുമ്പോൾ, ഉൽക്കകൾ കൊണ്ടുള്ള ഏറ് കിട്ടുമ്പോൾ ശൈത്താൻ ഓടുകയാണ്. കഅന്നഹും അഹറബൻ കഅന്നഹും ഹറബൻ അബ്താലു അബ്റതി ഔ അസ്കരിം ബിൽ ഹസാ മിൻ റാഹതൈഹി റൂമി. അബ്റഹത്ത് എന്ന് പറയുന്ന ഒരു ചങ്ങാതി സൻആയിലെ യമനില് അതാ ഒരു വലിയ ചർച്ച് ഉണ്ടാക്കി. ആ ചർച്ച് പണിതതിന് ശേഷം അവൻ മനസ്സിലാക്കി, കഅബയിൽ വരുന്ന ആളുകളൊക്കെ അങ്ങോട്ടേക്ക് തിരിക്കണം. സുബ്ഹാനല്ലാഹ്, കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ ഈ ദുരുദ്ദേശം മനസ്സിലാക്കിയപ്പോ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ആ ചർച്ച് അത് വൃത്തികേടാക്കി വെച്ചു.
കഅബയോടുള്ള വിരോധത്തിന് വേണ്ടിയാണല്ലോ ഈ പണിയെടുത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ രാജാവിനെ വല്ലാതെ ഒരു ചോടിപ്പിച്ചു. അവൻ ഒരൊറ്റ സത്യമാണ്, ലയഹ്ദിമന്നൽ കഅബത ഹജറൻ ഹജറാ, കഅബയിലെ ഓരോ കല്ലുകൾ ഞാൻ പൊളിച്ചെറിയും എന്ന് പറഞ്ഞിട്ട് അവൻ വലിയ ആനകളെയും കൂട്ടിയിട്ട്, ധാരാളം ആനകൾ, കൂട്ടത്തിലൊരാന മഹ്മൂദ് എന്നാണ് ആനയുടെ പേര്, ഒരുപാട് ആനകളെയും കൂട്ടിയിട്ട് അവൻ മക്കയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ അവനതാ മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശാലമായ ചരിത്രമാണ്. ഞാൻ അതിൽ ഒറ്റ വാക്ക് മാത്രം ഇപ്പൊ പറയുകയാണ്. അവിടെ മക്കയിലേക്ക് വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, നിന്റെ വീട് നീ തന്നെ നോക്കിക്കൊള്ളണം, ഞങ്ങളെ കൊണ്ട് കഴിയൂല. അബ്ദുൽ മുത്തലിബ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇന്നലെയും പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, അവരൊക്കെ മോമിനീങ്ങളായിരുന്നു എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. പടച്ച റബ്ബിനോട് കഅബത്തിന്റെ അടുക്കൽ ചെന്ന് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുകയാണ്. അവൻ ഇങ്ങോട്ട് കേറാൻ വേണ്ടി ഒരുങ്ങുന്നതോടുകൂടി അദാലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അവിടെ നിൽക്കുന്നവർക്ക് അങ്ങ് തലക്ക് വേണമെങ്കിൽ കുറച്ച് സീറ്റുകളുണ്ട്, അങ്ങോട്ട് കയറിയിരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തണം. തൽക്കാലം എന്നെ അങ്ങോട്ട് പോയാൽ മതി. ഓ സഹോദരന്മാരെ, അള്ളാഹു അവന്റെ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ആ വിഷയം പറയാൻ ഇറക്കിയില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കാരുടെ കൊണ്ട് പടച്ച റബ്ബ് എന്താ ചെയ്തത് എന്ന് തങ്ങൾ അറിഞ്ഞില്ലേ? ഓ സുഹൃത്തുക്കളെ, അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ കുതന്ത്രം പടച്ച റബ്ബ് പരാജയപ്പെടുത്തി. വഅർസല അലൈഹിം തൈറൻ അബാബീൽ. അബാബീൽ എന്ന പേരുള്ള ചെറിയ പക്ഷികളെയാണ് അല്ലാഹു പറഞ്ഞയച്ചത്. നിങ്ങൾ ആനയെ നശിപ്പിക്കാൻ ഇവിടെ ആനയേക്കാൾ വലിയ ജീവിയൊന്നും അല്ലാഹു വേണ്ടതില്ല, ചെറിയ പക്ഷികളെ പറഞ്ഞയച്ചു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. തിന്നപ്പെടുന്ന വൈക്കോലുകൾ പോലെ അവകളതാ നശിച്ചു പോവുകയാണ്. ആ സൂറത്ത് അതിനെ പരാമർശിച്ചുകൊണ്ട് വന്നതാണ്. ആ അബ്രഹത്തിന്റെ ആനയും കൂട്ടവും വിരണ്ടോടിയില്ലേ? മുഴുവൻ ആളുകളും ഓടാൻ തുടങ്ങിയില്ലേ? ഈ പക്ഷിയെ പേടിച്ചോടിയില്ലേ? ഓട്ടം കൊണ്ട് ഫലം കിട്ടിയില്ല. ആ ധീരന്മാരായി വന്ന അബ്രഹത്തിന്റെ ആനകളും ഒട്ടകങ്ങളുമൊക്കെ ഓടുന്നത് പോലെയുണ്ടാ ശൈത്താന്മാരെ ഓട്ടം. ഉപരിമണ്ഡലത്തിൽ റസൂലുള്ള ജനിച്ചപ്പോൾ ഉൽക്ക കൊണ്ടേറെ കിട്ടിയപ്പോൾ ഉള്ള ഓട്ടം. അല്ലെങ്കിലോ മറ്റൊരു ഉദാഹരണം അതിന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്തും ബദർ യുദ്ധം നടക്കുന്ന സമയത്തും യുദ്ധമങ്ങ് കൊടുമ്പിരി കൊണ്ടപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാഹത്തിൽ വജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചരക്കല്ല് വാരിയിട്ടൊരൊറ്റ ഏറ് ശത്രുക്കളെ ഭാഗത്തേക്ക് എറിഞ്ഞപ്പോ കണ്ണിലും മുക്കിലും അതിന്റെ കഷ്ണം കയറാത്ത ഒരു മുശ്രിക്കുമില്ല. ബദറിൽ പരാജയപ്പെട്ടു ഓടിപ്പോയി. ആ കയ്യിലെ കല്ലുകൾ ചരക്കല്ലുകൾ എറിഞ്ഞപ്പോ ബദറിൽ വെച്ച് പരാജയപ്പെട്ടോടിയതുപോലെ ശൈത്താന്മാര് എല്ലാം എതിരാളികളെയും രംഗത്തിറക്കുന്ന ശൈത്താന്മാര് നബിതങ്ങൾ ജനിച്ചന്ന് തന്നെ ഉപരിമണ്ഡലത്തിൽ ഓടുകയാണ്. ഇതുപോലെ ഹുനൈൻ യുദ്ധത്തിൽ രംഗം വളരെ ചൂടായ സമയം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം ധൈര്യത്തിൽ നിന്ന് ശത്രുക്കളിലേക്ക്. അവിടുത്തെ ധീരത അങ്ങനെയാണല്ലോ. അവിടുന്ന് ധൈര്യതയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗോവർ കഴുതയുടെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ സുഫിയാൻ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ധീരമായി
അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, ഞാൻ പറയുന്നത് കളവല്ല, സത്യത്തിന്റെ വക്താവായ ഞാൻ എന്തിന് പിന്നോട്ടടിക്കണം, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണെന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോ അതാ അനുയായികൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി എന്ന് തോന്നിയപ്പോ നബിതങ്ങളങ്ങ് പറഞ്ഞു, വിളിക്കൂ അബ്ബാസേ, യാ മഅ്ശറൽ അൻസാർ, യാ അസ്ഹാബ ശജറത്തി ബൈഅത്തിൽ ജിൽ. അതാ ഓടിയെടുക്കുന്നു നബിതങ്ങളെ സമീപത്തേക്ക്. ധീരമായ ഘോരമായ പോരാട്ടം നടക്കുന്നു. അതിങ്ങനെ നബിതങ്ങൾ നോക്കി നിൽക്കേ അവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ചരക്കല്ലിങ്ങോട്ട് വാരി ആ ചരക്കല്ല് കൊണ്ടൊരൊറ്റയേറ് മുശ്രിക്കീങ്ങളെ മുഖത്തേക്ക് ശാഹത്തിൽ എന്ന് പറഞ്ഞെറിഞ്ഞപ്പോ അതായിരക്കണക്കിന് വരുന്ന എല്ലാ മുശ്രിക്കുകളുടെയും മൂക്കിലേക്ക് അതാ കണ്ണിലേക്ക് അതെത്തിപ്പോയി. ഇതിനെക്കുറിച്ചാണ് ഖുർആനിൽ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, നബിയെ തങ്ങൾ എറിഞ്ഞപ്പോൾ തങ്ങളുടെ ഒരു ശാരീരിക ശേഷി മുഖേനയുള്ള ഏറല്ല, അത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല കൊടുത്ത പ്രത്യേകമായ കഴിവ് മുഖേന മുഅ്ജിസത്ത് മുഖേനയുള്ള ഏറാണ്. അതുകൊണ്ട് അത് കിട്ടാത്ത ആരുമില്ല, പരാജയപ്പെട്ടോടിപ്പോയി. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ ഒരു വസ്തു പിടിച്ചാൽ മറ്റുള്ളവർ പിടിച്ചതുപോലെയല്ല. കയ്യിൽ പിടിക്കുന്ന അചേതന വസ്തുക്കൾ അല്ലാഹുക്ക് തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കാം. തസ്ബീഹ് പലപ്പോഴും പല വസ്തുക്കളും എപ്പോഴും ചൊല്ലുന്നുണ്ടെങ്കിലും അത് നമ്മൾ കേട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ നബി തങ്ങളെ സദസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലും ആകുമ്പോ അതിന്റെ തസ്ബീഹ് മറ്റുള്ളവർ കേൾക്കാറുണ്ട്. അതാണ് നബിദംബിഹി ബഅദ തസ്ബീഹിം ബി ബത്നിഹി മാ നബദൽ മുസബ്ബിഹി മിൻ അഹ്സാഇ മുൽതഖീമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്ന് ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാണല്ലോ. ആ തസ്ബീഹും ചൊല്ലിയിട്ട് തൊടുത്തുവിട്ട ചരക്കല്ലുകൾ സർവം മുശ്രിക്കിന്റെയും മൂക്കിലും കണ്ണിലും എത്തുകയാണല്ലോ എന്ന് മറ്റൊരു തൊടുത്തുവിടൽ തസ്ബീഹിന്റെ ബറക്കത്തിലേക്ക് ഇമാം ബുഖാരി വിരൽ ചൂണ്ടുന്ന ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ മത്താ അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം യാത്രയിൽ അവിടുന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. ആ കടലിൽ നിന്ന് മത്സ്യം പിടിച്ചു വീഴുകി. ആ മത്സ്യത്തിന്റെ വയറ്റിലിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അതേ അവിടുന്ന് തസ്ബീഹ് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലല്ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ താമസിക്കേണ്ടി വരുമായിരുന്നു. അവിടുന്ന് മഹാനവറുകൾ ചൊല്ലിയ തസ്ബീഹ് എന്താണ്? അതും ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫനാദൻ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ തസ്ബീഹ് ചൊല്ലിയപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ അതാ കരയിലേക്ക് തൊടുത്തുവിട്ടില്ലേ? അതുപോലെ തസ്ബീഹ് ചൊല്ലുമ്പോൾ പല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടൂലേ? ഈ കയ്യിലെ ചരക്കല്ലുകൾ നബിതങ്ങളെ കയ്യിൽ നിന്ന് തസ്ബീഹും ചൊല്ലാറുണ്ട്. അങ്ങനെ അവിടുത്തെ കയ്യിലെ ചരലുകൾ കൊണ്ട് പരാജയപ്പെട്ടു, മുശ്രിക്കുകൾ പരാജയപ്പെട്ടു. അതിന് രണ്ട് തൊടുത്തുവിടലുകൾ ഇമാം ബുഖാരി ഉദാഹരണം പറഞ്ഞതാണ്. ഒന്ന്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വയറ്റിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയപ്പോൾ യൂനുസ് നബിയെ കരയിലേക്ക് തൊടുത്തുവിട്ടു മത്സ്യം. യൂനുസ് നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടുപോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅലമു കലിമതൻ, എനിക്കൊരു വചനം അറിയാം, ലാ യഖൂലുഹാ മക്റൂബുൻ, ഒരു പ്രയാസമുള്ളവൻ അതിനെ ചൊല്ലിയാൽ ഇല്ലാ ഫുർജ അൻഹു, അവന്റെ പ്രയാസം അതോടുകൂടി തീർന്നു പോകും. ഇന്നിപ്പോ ഇവിടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പലർക്കും പല പ്രയാസങ്ങളാണ്.
മദ്രാസിലുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ഒരു സ്നേഹിതൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവനകളും നേർച്ചകളൊക്കെ തന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായുള്ള ഒരു ദിക്റാണിത്. ആര്? അള്ളാന്റെ റസൂല് പറയാണ്, കലിമത്ത് അഖീ യൂനുസ്, എന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫനാദാ ഫി ദുലുമാതി. എന്താണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഇല്ലാ ഫീ ശൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ ലഹു. ഏത് വിഷയത്തിനാ തസ്ബീഹ് ചൊല്ലിയിട്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കൂല. ബാബു ദുആഇൽ ഖർബി വദ്ദുആ ഇൻദൽ ഉമൂരിൽ മുഹിമ്മ എന്ന അധ്യായത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറുകൾ ഇത് കൊണ്ടുവന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം. അപ്പൊ ആ തസ്ബീഹ് ചൊല്ലിയപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം പുറത്തേക്കിട്ടു. ആ തസ്ബീഹ് ചൊല്ലുന്ന കല്ലുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കല്ലെടുത്ത് കൈ പിടിച്ചു. അങ്ങനെ ഒരേഴ് കല്ല് അല്ലെങ്കിൽ 8-9 കല്ല്. അപ്പോ കയ്യിൽ നിന്ന് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലി. എല്ലാവരും അത് കേട്ടു. നബി തങ്ങൾ അവിടെ വെച്ചു. അപ്പൊ പിന്നെ അതിന്റെ തസ്ബീഹ് കേൾക്കുന്നില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെടുത്തിട്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൈ കൊടുത്തു. അപ്പൊ അത് തസ്ബീഹ് ചൊല്ലുന്ന എല്ലാവരും കേട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ വെച്ചു. അപ്പൊ പിന്നെ അതിന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു നിലത്ത് വെച്ചവും കേൾക്കുന്നില്ല. അത് പിന്നീട് എടുത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കൈ കൊടുത്തു. അപ്പോഴും തസ്ബീഹ് ചൊല്ലുന്നത് എല്ലാവരും കേട്ടു. സമീഅതു ലഹുന്ന ഹനീനൻ കഹനീനിൻ നഹ്ലീന. ഈ തേനീച്ചയുടെ ഇരമ്പൽ പോലെയുള്ള ഒരു ഇരമ്പൽ ഈ ചരക്കല്ലിൽ നിന്ന് കേട്ടു. അത് ഉമർ ഇബ്നുൽ ഖത്താബ് നിലത്തോടെ വെച്ചു. പിന്നെ സൗണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ വെച്ചു. അപ്പോഴും സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ടു. പിന്നെയും വെച്ചപ്പില്ല. നബി നിങ്ങൾ പറഞ്ഞു, ഇത് നബുവത്തിന്റെ ഖിലാഫത്ത് കൈകാര്യം ചെയ്യുന്ന മഹാന്മാരാണ്. ഈ മഹാന്മാരെ കയ്യിലും എന്റെ കയ്യിലുള്ളപ്പോൾ തസ്ബീഹ് കേട്ടതുപോലെ നിങ്ങൾ കേൾക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കി തന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് 20 റക്അത്ത് തറാവീഹ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി റിപ്പോർട്ട് വേണമെന്നില്ല, നല്ല കാര്യം നമുക്ക് ചെയ്യാമെന്ന് പഠിപ്പിച്ചു തന്നത്. അവരെയൊക്കെ തള്ളിപ്പറയുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും ബുർദയുടെ വിരോധികളും മൗലിദിന്റെ വിരോധികളും. അല്ലാഹു തആല അവർക്കൊക്കെ സന്മാർഗത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ അതിലേക്കൊന്നും സംസാരിക്കുന്നില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് ഇമാം ബൂസിരി. നിങ്ങളോട് എല്ലാവരോടും അതിനു മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. ഇന്നലെയും മിന്നാന്ന് നമുക്ക് കവർ വാങ്ങിയവരുണ്ട്. വാങ്ങാത്തവരിന്ന് കവർ വാങ്ങണം. നല്ല സംഖ്യ കൊടുത്തേക്കണം. നമ്മുടെ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള യൂണിഫോം ധരിച്ച കൊച്ചു വളണ്ടിയന്മാരെ സ്ത്രീകളെടുത്ത് വരും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അർഹമർ റഹീമീനായ റബ്ബേ, നിന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങള് സിറാജുൽ ഹുദ നടത്തുന്നത്, മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നത്, ഇവിടെ ഖുർആൻ മനപ്പാഠമാക്കുന്ന കോളേജ് ഉദ്ഘാടനം ചെയ്തത്, ഞങ്ങളെ പള്ളിയുടെ മേലെ നിർമ്മിക്കുന്നത്, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ എത്രയോ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്, സ്ഥലങ്ങൾക്ക് പലതിനും അഡ്വാൻസ് കൊടുത്തത്, അതൊക്കെ നിന്റെ ഖജനാവ് കണ്ടിട്ടാണ്. അല്ലാഹ്, നീ ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടില്ലല്ലോ. സിറാജുൽ ഹുദ തുടങ്ങുമ്പോ 19 സെന്റ് സ്ഥലം അതെന്റെ സദസ്സിൽ ഇന്നലെ ഞാൻ കണ്ടു. നമ്മുടെ വെള്ളാട്ട് പോക്കർ ഹാജിയെ കണ്ടു, അതുപോലെ പുന്നോടി അലി ഹാജിയെ കണ്ടു. അതുപോലുള്ള എന്റെ നാട്ടുകാരായ സുഹൃത്തുക്കളിൽ നിന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൽ നിന്നുമൊക്കെ കടം വാങ്ങിയിട്ട് 19 സെന്റ് സ്ഥലം കുറ്റ്യാടിയിൽ വാങ്ങി ഒരനുകൂല്യവുമില്ലാത്തൊരു സാഹചര്യത്തിൽ അല്ലാഹ്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീന്, അത് ഞങ്ങൾക്ക് ഞങ്ങളെ മുൻഗാമികളായ ഇമാമിങ്ങളും ഔലിയാക്കളും പഠിപ്പിച്ചതുപോലെ, സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെ, നിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ, മറ്റ് നാടുകളിലൊക്കെയും നിലനിൽക്കുന്നത് പോലെ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകളിൽ ഒരു സ്ഥലത്തും മക്ക മദീനയിലുള്ളതുപോലെ ജുമഅയില്ല, മക്ക മദീനയിലുള്ളതുപോലെയുള്ള തറാവീഹില്ല, മക്ക മദീനയിലുള്ളതുപോലെയുള്ള ബാങ്കില്ല. അതേ മറ്റ് നാടുകളിലുള്ളതുപോലെ ചെറിയ കുട്ടികൾക്ക് മദ്രസ പഠനമില്ല.
നബിതങ്ങൾ ജനിച്ച വിവരം അറിയാറില്ല, സലാത്തില്ല, ദിക്റില്ല, ഖുർആനോത്തില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതിനൊരു മാറ്റം വരണമെന്ന നിലക്ക് റബ്ബേ നീ തന്ന ഭാഗ്യമെന്ന് പറയാം, നീ അത് കബൂൽ ചെയ്യണം റഹ്മാനെ. അവിടെ ചെന്ന് 19 സെന്റ് സ്ഥലമെടുത്ത് കടം വാങ്ങി സ്ഥലമെടുത്ത് തുടങ്ങിയ സ്ഥാപനം ഇന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റ്യാടിയിൽ തന്നെ നീ എത്രയോ ഏക്കറുകളോളം സ്ഥലം തന്നു. നാദാപുരത്തും പാറക്കടവിലും മേപ്പയ്യൂരിലും പേരാമ്പ്രയിലും വടകരയിലും പെരിങ്ങത്തൂരിലും തൂവക്കുന്നിലും അതുപോലെ വേറെയും എത്രയോ സ്ഥലങ്ങളിലും 11 മഹല്ലുകളിലും നീ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി തന്നു, മദ്രസ തന്നു. അത് കൂടാതെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വന്ന് അതാ കയ്യടക്കാമെന്ന് ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ അതിനെ പ്രതിരോധിക്കാനും നീ തന്നെ വലിയ തൗഫീഖ് തന്നു. ഇപ്പോഴുള്ള കടം എത്രയാണെന്ന് നിനക്കറിയുമല്ലോ അല്ലാഹ്. നിന്നെ കണ്ട് വാങ്ങിയ കടങ്ങളൊക്കെ നീ തന്നെ ഏറ്റെടുത്ത് വീട്ടിത്തരണേ അല്ലാഹ്. കടത്തോടെ മരിപ്പിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ സ്ഥലത്തിനും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുമൊക്കെ ആരാണോ ഇഖ്ലാസോടെ സംഭാവന തന്നത്, ഇന്നും കയ്യിൽ 25,000 10,000 കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചുകൊണ്ടൊരു സാധു മനുഷ്യൻ രാവിലെ ഞാൻ ബുഖാരി ഓതിക്കൊടുത്തിറങ്ങുമ്പോ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് 10,000 തന്നവരുണ്ട്. റബ്ബേ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ 25,000 വേറെ സംഖ്യകളും തന്നവരുണ്ട്. റബ്ബേ ഇനിയും തന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആർക്കും ഒരു ഈർക്കിലി കഷ്ണം കൊടുക്കാൻ എനിക്ക് അധികാരമില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെയും നിന്റെ ഖജനാവിലുണ്ടല്ലോ, കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ടല്ലോ. ഈ പാവപ്പെട്ടവനും എല്ലാ സഹായികൾക്കും ദുനിയാവും ആഖിറവും നീ കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്. രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ മദ്ഹ് പറയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിച്ചു പോറ്റിയ ദീനിന് വേണ്ടി അവിടുത്തെ മഹത്വം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ചൂടിയ ഞങ്ങൾക്കെല്ലാം അവിടുത്തെ മുഖം കാണാനും അവിടുത്തെ കൊടികീഴിൽ ഒരുമിച്ചൂടാനും ഭാഗ്യം തരണേ അല്ലാഹ്. ആരെന്ത് രോഗമുള്ളവരുണ്ടോ നീ ശമനം നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. സർവ ഖൈറും അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നീ ചൊരിക്കണേ അല്ലാഹ്. എല്ലാ സംഭാവനകളും ഇഖ്ലാസോടെ എല്ലാവരും കൊടുത്തേക്കണം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിൽ നിന്ന് മഹാനായ ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുതുബക്ക് വേണ്ടി കയറിയപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അയ്യുഹന്നാസ് അഫീക്കും സവാദ് ഇബ്നു ഖാരിബ്, നിങ്ങളെ കൂട്ടത്തിൽ സവാദ് ഇബ്നു ഖാരിബ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആരും അനങ്ങുന്നില്ല. പിറ്റേത്തെ കൊല്ലം പിന്നെയും ചോദിച്ചു. അപ്പോ ആരും അനങ്ങിയില്ല. അപ്പൊ ആരോ ഒരാൾ ചോദിച്ചു, സവാദ് ഇബ്നു ഖാരിബ് ആരാ? അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സവാദ് ഇബ്നു ഖാരിബ് എന്ന് പറയാൻ ഇസ്ലാമിലേക്ക് വന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സവാദ് ഇബ്നു ഖാരിബ് കയറി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഇസ്ലാം എങ്ങനെ തുടക്കം എന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ അതൊന്ന് കേൾക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സവാദ് ഇബ്നു ഖാരിബ് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ പോയതാ. ഇന്ത്യ ചെന്നപ്പോ എനിക്കൊരു ജിന്നുണ്ട്. ആ ജിന്നിങ്ങനെ ചിലതെല്ലാം എനിക്ക് പറഞ്ഞു തരും. അതാണ് ഈ ജിന്ന് സേവയുള്ള ആളുകൾ, അവർക്ക് ചില സംഗതികൾ ജിന്നിങ്ങനെ പോയി ഇട്ട് കൊടുക്കും. അക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിനു മുമ്പ് ഈ ജിന്നുകൾക്ക് മേൽപോട്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നില്ല. എനിക്കൊരു ജിന്നുണ്ടായിരുന്നു. അതിന് ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ എന്നോട് ജിന്ന് പറഞ്ഞു, നീ മനസ്സിലാക്കണം, ലുഅയ് ഇബ്നു ഗാലിബിന്റെ സമൂഹത്തിൽ നിന്ന് ഒരാള് വന്നിട്ടുണ്ട്, അവിടെ പോയി അദ്ദേഹത്തെ കാണണം, നീ വിശ്വസിക്കണം. അത് കേട്ടു പിന്നെയും ആ സമയത്തെ നിലക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി, എന്നാ പിന്നെ ഏതായാലും പോണോ.
അങ്ങനെ ഞാൻ നല്ല ഒരു വാഹനം തയ്യാറാക്കി മക്കയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ മക്കയിലേക്ക് വരുമ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ചെന്നങ്ങ് കയറുമ്പോ തന്നെ, എന്റെ ഒട്ടകത്തിലേക്ക് കിട്ടിയ കയറുമ്പോ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ സബന കാര്യമല്ലേ, എനിക്കറിയാന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഞാനൊരു പദ്യം ചൊല്ലി, ആ പദ്യം ഞാൻ തങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു. അതാണ് സലാസാലയാലിൻ ഖൗലുഹു കുല്ല ലൈലത്തി അത്തകാ റസൂലും മിൻ വയിബ്നി ഗാലിബി ഫശമ്മർതു മിൻ ദൈരിൽ ലിസാരി വവസ്സതത് ബിയദ്അലിബുൽ വജ്നാഉ ബൈനസ് സബാസിബി. 3 ദിവസവും ജിന്നിനോട് ആവർത്തിച്ചു പറഞ്ഞപ്പോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോ, ഞാൻ ഒരുങ്ങിപ്പിടിച്ച് ഒട്ടകപ്പുറത്ത് കയറി ആ മരുഭൂമിയെ താണ്ടി വന്നു. ഇനി ഞാനൊന്ന് പറയട്ടെ നബിയേ, ഫഅശ്ഹദു അന്നല്ലാഹ ലാ ശൈഅ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി. വേറൊരു റിപ്പോർട്ടിൽ ഫഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി. ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അല്ലാഹു അല്ലാതെ ഒന്നുമില്ല. ഇവിടെ എന്തുണ്ടോ അതൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. മറ്റുള്ളതൊന്നും ഒരു ഉള്ളതിൽ പറയാനില്ല. അല്ലാഹു അല്ലാതെ റബ്ബില്ല. വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി. നബിയെ, തങ്ങൾ ഏത് മറഞ്ഞ കാര്യം പറഞ്ഞാലും പഠിപ്പിച്ചാലും അതിലൊക്കെ തങ്ങൾ വിശ്വസിക്കപ്പെടുന്നവരാണ്. തങ്ങൾ എന്ത് പറഞ്ഞാലും തള്ളാനില്ല. അതിനൽ മുർസലീന വസീലതൻ ഇലല്ലാഹി യബ്നൽ അക്രമീനൽ ലതായിബി. മുർസലീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവുമായി അടുക്കാൻ ഏറ്റവും വലിയ മധ്യവർത്തി തങ്ങളാണ് നബിയേ. തങ്ങൾ ഏറ്റവും വലിയ ഇടയാളനാണ് നബിയേ. അവിടുന്ന് വലിയ വലിയ മഹാന്മാരായ ആടുകളുടെ മകനാണ് നബിയേ. ഫമുർനാ ബിമയതീക യാ ഖൈറ മൻ മശാ വഇൻ കാന ഫീമാ ജാഅ ശൈബുദ്ദവാഇബി. തങ്ങൾ ആജ്ഞാപിച്ചോളൂ നബിയെ. തങ്ങൾക്ക് കിട്ടുന്ന ഏതാശയമാണോ തങ്ങൾക്ക് വരുന്നത് തങ്ങൾ പറഞ്ഞോ നബിയെ. തങ്ങൾ ഈ ഭൂമിയിലൂടെ നടന്നവരിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ളവരാണ് നബിയെ. ഓ നബിയെ, തങ്ങൾ പറയുന്ന കാര്യം ഞങ്ങളെ മൂർധാവ് നരച്ചു പോകുന്ന കാര്യമാണെങ്കിലും ഏത് സംഗതി വന്നാലും തങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കും നബിയെ. ഇനി എനിക്ക് തങ്ങളോടൊന്ന് പറയാനുണ്ട്. ഞാൻ തങ്ങൾ ആശയം സ്വീകരിച്ചല്ലോ, ഞാനൊരു മൂമിനാണല്ലോ, എനിക്കിനൊന്ന് പറയാനുണ്ട്. അതെന്താ പറയാനുള്ളത്? ഒന്ന് എഴുന്നേറ്റുന്നോ സുഹൃത്തുക്കളെ. മഹാനായ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടുകയാണ്. വകുല്ലി ശഫീഅൻ യൗമ ലദു ശഫാഅതി സിവക ബിമുഗ്രിന്നൻ സവാദി ബിനി ഖാരിബി. തങ്ങളല്ലാത്ത ആരെക്കൊണ്ടും ഫലം കിട്ടാത്തൊരു ദിവസം വരാനുണ്ടല്ലോ ഓ നബിയേ. അതുകൊണ്ട് ഞാൻ തങ്ങളോടിതാ എനിക്ക് ശുപാർശ ചെയ്യണേ, എനിക്ക് റെക്കമെൻഡ് ചെയ്യണേ എന്ന് ഞാൻ ശഫാഅത്ത് തേടുന്നു നബിയേ. റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടിയപ്പോ നബി തങ്ങളെ സന്തോഷം നോക്കണ്ട. അവിടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടുകൂടെ പറയുന്നു, നീ വിജയം കൈവരിച്ചു. അഫലഅതയാ സവാദ്, നീ വിജയിച്ചു സവാദേ. എന്നെ വിശ്വസിച്ച് എന്നോട് തേടുകയല്ലേ ശഫാഅത്ത്, നീ വിജയം കൈവരിച്ചു സവാദേ. ഈ സംഭവം മുഴുവനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വിവരിച്ചു കൊടുത്തപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് ഇറങ്ങിയിട്ട് സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു
റളിയല്ലാഹുവിനെ പിടിച്ചൊന്ന് അണച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, ഇപ്പോഴും നിന്റെ ജിന്ന് നിന്റെ അടുത്ത് വരാറുണ്ടോ സവാദേ? ഇല്ല ഇല്ല, ഖുർആൻ ഇറങ്ങിയപ്പോ പിന്നെ ജിന്നില്ല. എനിക്കിപ്പോൾ അതിനെക്കാണ് ഹൈറായത് അല്ലാഹ് തന്നില്ലേ ഉമറേ? അപ്പൊ സുഹൃത്തുക്കളെ, പഴയ കാലത്ത് ജിന്നുകൾ വരാറുണ്ട്, പറയാറുണ്ട്. അങ്ങനെ പഴയ കാലത്ത് ജിന്നുകളിൽ നിന്ന് കിട്ടിയ വിവരം മുശ്രിക്കീങ്ങളെ കൈവശത്തിൽ പോലും ഉണ്ട്. എന്നിട്ട് പോലും ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും അവര് വിശ്വസിച്ചില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അവർക്ക് ഇതൊക്കെയും കിട്ടിയിട്ടും അവര് വിശ്വസിച്ചില്ല. അതവർക്ക് സത്യത്തിന്റെ വെളിച്ചം അല്ലാഹു തആല കൊടുക്കാത്തവർക്ക് എത്ര തെളിവ് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. ഇനി അല്ലാഹുവിൽ നിന്ന് കുറച്ച് ഭാഗം പറഞ്ഞു, അതിൽ നിന്ന് കുറച്ച് മാത്രം ബറക്കത്തിന് വേണ്ടി പറഞ്ഞു ഇനി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇമാം ബുസ്രി ചൊല്ലാണ്, ജഅതിലി ദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോ മരങ്ങളതാ താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നു വരുന്നു. നബിതങ്ങളിലേക്ക് മരങ്ങൾ നടന്നു വരുന്നു. അതിന് കാൽപ്പത്തിയില്ലല്ലോ. അതിന്റെ തണ്ടങ്കാലിന്റെ മേലെ, അതിന്റെ തടിയുടെ മേലെ, മരത്തിന്റെ മേലെ അത് നടന്നു വരുന്നു. ജഅതിലി ദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി കഅന്ന മാ സതറത് സത്രല്ലി മാ كتبت فروعها من بديع الخط باللقم. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ വരുന്ന മരം, അതിന്റെ തണ്ടലിന്റെ മേലെ അഥവാ അതിന്റെ മരം അതിങ്ങനെ നടക്കുകയാണ്. കാൽപ്പത്തിയില്ലല്ലോ. അതിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു നല്ല വര വരച്ച പോലെയായി. അതിന്റെ രണ്ട് ഭാഗത്തുമുള്ള ചില്ലുകൾ, കൊമ്പുകൾ നമ്മൾ വര വരച്ചിട്ട് എഴുതാറുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ അതിന്റെ നടത്തം കൊണ്ട് വര വരച്ച പോലെയായി. അതിന്റെ ചില്ലുകൾ എഴുതുന്നത് പോലെ അതാ ചില്ലുകൾ പലതും ഇങ്ങനെ പോകുന്ന പോക്കിൽ പലതും കുറിക്കുകയാണ്. ആ രൂപത്തിൽ അതാ നബിതങ്ങളിലേക്ക് നടന്നു വരുന്നു. ഇത് വെറുതെ പറഞ്ഞതല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതാ ഒരു അഅറാബി വരുന്നു. ആ അഅറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നു, എങ്ങോട്ടാ പോന്നത്? അഅറാബി, നിങ്ങോട്ടാ പോന്നെ? എന്റെ കുടുംബത്തിലേക്ക്. നബി തങ്ങൾ ചോദിക്കുന്നു, എനിക്ക് ഖൈർ വേണ്ടേ? എന്താ ഖൈർ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. നീ ശഹാദത്ത് കലിമ അംഗീകരിച്ചോ? അപ്പൊ അയാൾ ചോദിക്കാണ്, ആരാധന സാക്ഷി പറയാ? നബി തങ്ങൾ പറഞ്ഞു, പഴമുണ്ടാകുന്ന മരം സാക്ഷിയാകും. അതേ, നീ പോയിട്ടിങ്ങ് വിളിച്ചോ, ഞാൻ പറയുന്നു എന്ന് പറ, ഞാൻ പറയുന്നു എന്ന് പറ, നീ പോയി ഇങ്ങ് വിളിച്ചോ. സുബ്ഹാനല്ലാഹ് ഫഅഖബലത് തഖുദ്ദുൽ അർള ഹത്താ ഖാമത്. അതേ പറയുന്ന സമയത്ത് മരം അവിടെ നിന്ന് പൊരിയുകയാണ്. അതെങ്ങനെ വെലിഞ്ഞിങ്ങനെ വരികയാണ്. നബിതങ്ങളെ മുമ്പിൽ നിന്നിട്ട് ഷഹാദത്ത് കലിമ പറയുകയാണ്. അഅറാബി കാണുകയാണ്. അദ്ദേഹം ചോദിക്കുന്ന, അതേപോലെ അങ്ങോട്ടും പോവോ? അതേ, അങ്ങോട്ടും പോക്കാം, പിന്നെയും വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. സുഹൃത്തുക്കളെ, ഇതുപോലെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വിസർജനാവശ്യത്തിന് മറ വേണം. അവിടുന്ന് അതാ പോയിട്ടൊരു മരത്തിന്റെ കൊമ്പിങ്ങി പിടിക്കുമ്പോ മരം നടന്നിങ്ങോട്ട് വരുന്നു. വേറൊരു മരത്തിന്റെ കൊമ്പ് പിടിക്കുമ്പോ അതും നടന്നിങ്ങി വരുന്നു. അടുത്ത് വന്നിട്ട് രണ്ടും കൂടി
കൂടി അങ്ങ് മറ ഉണ്ടാക്കി കൊടുക്കുന്നു, കൂടി നിന്ന് കൊടുക്കുന്നു. അങ്ങനെ നിന്നതിന് ശേഷം അവിടുത്തെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവ രണ്ടും പിരിഞ്ഞു പോകുന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസിരി പറഞ്ഞത്, അതേ അസ്ജാറു സാജിദതൻ തംശീ ഇലൈഹി അലാ സഖിം ബിലാ ഖദബി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം മിസ്ലൽ ഗമാമതി അൻസാറ സായിറതൻ തഖീഹി ഹറാവതീസിൽ ലിൽ ഫജീരി ഹമീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ചൂടത്ത് അവിടുത്തെ കുട്ടിക്കാലത്ത് നടക്കുമ്പോൾ കാർമേഘം നബി തങ്ങളുടെ കൂടെ അതാ തണലിട്ട് കൊടുക്കാൻ വേണ്ടി നടന്നല്ലോ. നബി തങ്ങൾ നടക്കുന്നിടത്തൊക്കെ കാർമേഘം റസൂലുള്ളാഹിക്ക് തണലിട്ട് കൊടുക്കാൻ നടന്നത് പോലെ ഇവിടെ മരം നബി തങ്ങൾക്ക് തണലിട്ട് കൊടുക്കാനും തങ്ങൾക്ക് സാക്ഷി പറയാനും തങ്ങളെ സഹായിക്കാനും നടന്നു വരുന്നു. നല്ല ചൂടുള്ള വെയിലത്ത് നബി തങ്ങൾക്ക് തണല് കൊടുക്കാൻ കാർമേഘം നടന്ന സംഭവങ്ങളുണ്ടല്ലോ. അതേ അബൂ താലിബിന്റെ കൂടെ ശാമിലേക്ക് പോകുന്ന സമയത്തും ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉള്ള സമയത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ കച്ചവട സംഘവുമായി കച്ചവട ചരക്കുമായി ശാമിലേക്ക് കുട്ടിക്കാലത്ത് യാത്ര ചെയ്തപ്പോഴൊക്കെ മസീറ കണ്ടതല്ലേ, കാർമേഘം തണലിട്ടു. മാത്രമല്ല ബുഹൈറ എന്ന് പറയുന്ന വലിയൊരു പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ തണലിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോ ഇത് നബിയാണെന്ന് അന്ന് തന്നെ പ്രഖ്യാപിച്ചതും അതാ ഹദീസിന്റെ കിതാബുകളിലില്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ അവിടുത്തെ കുട്ടിക്കാലത്ത് ചെറുപ്പത്തില് അതാ 40 വയസ്സാകുന്നതിന് മുമ്പ് ഒരു നൽകുന്നു അതേ ഒമാമത്ത് കാർമേഘങ്ങള്. എന്നാ സുഹൃത്തുക്കളെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തൊക്കെ കിട്ടി, അതാ ഉന്നത പദവിയിൽ കൂടുതൽ കൂടുതൽ ഉയർന്നു വന്നപ്പോ അവിടുത്തേക്ക് പിന്നീട് അങ്ങനെ ആ കാർമേഘം തണലിട്ട് കൊടുക്കലില്ല. അപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണി പിടിച്ചു കൊടുത്തതും അതുപോലെ തന്നെ കല്ലിന്റെ തണലിൽ പോയി നിന്നതുമൊക്കെ വേറെ ഹദീസുകളിലുണ്ട്. അത് നബുവത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിന് നല്ല മനക്കരുത്തും കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞല്ലോ. നദികൾ വെച്ചു കൊടുത്തത് വലിയ വിഷയങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് വിവരം അറിയിക്കാനും അതിന് മനക്കരുത്ത് നേടാനുമായിരുന്നു. അഖസംതു ബിൽ ഖമരിൽ മുൻസഖി ഇന്നാ ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. ഇനി മറ്റൊരു വലിയ മുഅ്ജിസത്ത് ഇമാം ബൂസിരി തങ്ങൾ ചൂണ്ടുകയാണ്. ആ മുഅ്ജിസത്ത് എന്താണ്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഇഖ്തറബത്തിസ് സാഅതു വൻസഖൽ ഖമർ. അതേ ചന്ദ്രൻ പിളർന്നു. അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇമാം ബൂസിരി. അഖ്സംതു ബിൽ ഖമരിൽ മുൻസഖി ഇന്നാ ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. പരിശുദ്ധ ഖുർആനിൽ വസ്അലിൽ ഖറിയ, വസ്അലിൽ ഖറിയ പ്രദേശത്തോട് ചോദിക്കുന്നുണ്ട്. പ്രദേശത്തോട് ആരെങ്കിലും ചോദിക്കോ? പ്രദേശക്കാരോട് ചോദിക്കുന്നാണ് അതിന്റെ അർത്ഥം. അഹ്ലൽ ഖറിയ നാദാപുരത്തോട് ചോദിക്കുന്ന നാദാപുരത്തുകാരോട് ചോദിക്കുന്നല്ലേ അതിന്റെ അർത്ഥം. ഇന്ത്യ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൊപ്പിട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം. ഇതുപോലെ ഇമാം ബൂസിരി പറയണ അഖ്സംതു ബിൽ ഖമരിൽ മുൻസഖി ഇന്നാ ലഹു. ഖമറിന്റെ റബ്ബായ അല്ലാഹുവിനെ മുൻനിർത്തി
പറഞ്ഞിട്ടുള്ളൂ. ഏതുപോലെ വസ്അലിൽ ഖറിയ, ആ നാട്ടിനോട് ചോദിക്കുന്നു മുൻനിർത്തിയിൽ, അഥവാ ഖമറിനെ പടച്ച റബ്ബിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. അതാണ് ഇബ്നു ഹജർ തങ്ങൾ തഫ്സീർ പറയുന്നു, ബിറബ്ബിഹി ഔ ഖാലിഖിഹി, ഖമറിനെ ചന്ദ്രനെ പടച്ച റബ്ബിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ഏത് മുഹമ്മദേ, ഒരു തെളിവ് കാണിക്കൂ, നീ നബിയാണ് റസൂലാണെന്നതിന് തെളിവ് കാണിക്കൂ. നബി തങ്ങളതാ ഫഅറാഹും മിൻ സിഖാഖൽ ഖമരി, ചന്ദ്രനിലേക്ക് അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ചന്ദ്രൻ കാണുകയാണ്, മറ്റൊന്നതിന്റെ അപ്പുറത്തായി കാണുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവയിലുണ്ട് ഒരു രണ്ടാള് തമ്മിൽ തർക്കമായി. എന്താ തർക്കോ? ഒരാൾ പറഞ്ഞു രണ്ട് കഷ്ണായിട്ട് ഒരു കഷ്ണം ഇറങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ കുപ്പായത്തിന്റെ ഉള്ളിലൂടെ അങ്ങ് കൈനുള്ളിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഏതാ ശരി എന്ന് ചോദിച്ചു നവീമാമിനോട് ഒരാൾ. നവീമാം പറഞ്ഞു അല്ലിസിനാനി മുഖ്തിയാനി, രണ്ടാൾ പറഞ്ഞു തെറ്റാണെന്ന്. രണ്ടാൾ പറഞ്ഞു ഇത് ഉപരിമണ്ഡലത്തിൽ അവിടെ തന്നെ ഒന്ന് ഒരു പർവ്വതത്തിന്റെ മേലെയായി കാണുന്നു, മറ്റൊന്ന് മറ്റൊരു സ്ഥലത്തായി അതിന്റെ ചുവടെയായി കാണുന്നു. അങ്ങനെ കാഴ്ചയിൽ അവിടെ ഉണ്ടായി. ഇങ്ങോട്ട് താഴെ ഇറങ്ങി വന്നിട്ട് കുപ്പായത്തിന്റെ കയ്യിലൂടെ കയറിപ്പോയി എന്നൊക്കെ പറഞ്ഞത് അബദ്ധമാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചന്ദ്രൻ പിളർന്നു. ചന്ദ്രൻ മുശ്രിക്കുകളും വിശ്വസിച്ചില്ല. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആ പിളർപ്പ് ഇവിടെ വെച്ച് കണ്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രബോധനത്തിന്റെ ആ മസ്ജിദ് ഇന്റർനാഷണൽ രൂപത്തിലാണ്, അന്താരാഷ്ട്ര ലെവലിലാണ് അതിന്റെ പ്രചരണം ഉണ്ടായത്. നബി തങ്ങളുടെ പ്രബോധനം വെറുമൊരു മക്ക നിൽക്കുന്നതല്ല, മദീനയിൽ നിൽക്കുന്നതല്ല, തന്നെ യഥാ ഭൂമിയുടെ ഏകദേശം പകുതിയോളം ഭാഗത്ത് ആ ഏഷ്യൻ വൻകരയിൽ ഏതായാലും ദൃശ്യമായി. ആ വലിയ മസ്ജിദുണ്ടല്ലോ, അതാണ് ഇമാം ബുസ്രി തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേ പറയുന്നത് അഖ്സംതു ബിൽ ഖാമരിൽ, മുൻസഖി ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖാസബി. എന്റെ സത്യം റെഡിയാണ്, സത്യമായ സത്യം. അതെന്താണ്? ആ ചന്ദ്രന്റെ പിളർപ്പിന് നബി തങ്ങളുടെ ആരും പിളർത്തിയിട്ടുണ്ട്.